സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിൻ്റെ സൽഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന പ്രതിപക്ഷത്തെ എങ്ങനെ മറക്കാനാവും? ഗവൺമെന്റിന്റെ ഒന്നാമത്തെ ക്യാബിനറ്റിന്റെ തീരുമാനമായിരുന്നല്ലോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന അനന്തര പദ്ധതിയുടെ വിശദമായിട്ടുള്ള മാർഗരേഖ ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ആ കാര്യവും അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവംബർ 1 അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിയ വേദിയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ തുടർച്ചയുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ ആ തുടർ പദ്ധതിക്ക് ആവശ്യമായ വിശദമായ മാർഗരേഖയ്ക്ക് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകിയിരിക്കുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന അനന്തര പദ്ധതി ആ നിലയിൽ അന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം നവംബർ 1 ആ ചരിത്ര പ്രാധാന്യമുള്ള വേദിയിൽ നടത്തിയ പ്രഖ്യാപനം ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. ഈ ഗവൺമെൻറ് എത്ര സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങളും പിന്തുടരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. മൂന്നാമത്തെ ഒരു സന്തോഷം, നമ്മുടെ അഭിമാന സ്ഥാപനമാണ് കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ തുടർച്ചയായ ദേശീയ പുരസ്കാരം കിലയ്ക്ക് കിട്ടി. ഇന്ത്യയിലെ തന്നെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കില. കിലയും ബ്രസൽസ് ആസ്ഥാനമായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള MOU ഒപ്പുവെക്കുന്നതിനുള്ള അംഗീകാരമായിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തിന് കാത്തിരിക്കുകയായിരുന്നു. ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് നമ്മൾ അർബൻ കോൺക്ലേവ് വെച്ച് ഒപ്പിട്ടിരുന്നു. ഈ അംഗീകാരം കിട്ടിയാൽ ഉടൻ MOU ഒപ്പുവെക്കാം. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അന്ന് ഈ ചോദ്യം വന്നപ്പോൾ ഞാൻ അന്നൊരു പറഞ്ഞ മറുപടിയുണ്ട്. ഞാനിപ്പോൾ അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമാണ്, ഇതിലെന്താണ് തെറ്റ് എന്നായിരുന്നു അന്ന് റെസ്പോണ്ട് ചെയ്തത്. ഇതിനോട് സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളെ അറിയിക്കുന്നത് സുതാര്യതയുടെയും ഗുഡ് ഗവേണൻസിൻ്റെയും ഭാഗമാണ് എന്ന് പറഞ്ഞു. ഇന്ന് അത് തന്നെയാണ് കേരള ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളത്. ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമാണ്, അതിലെന്താണ് തെറ്റെന്നാണ് കോടതി ചോദിക്കുന്നത്. നോക്കൂ, ഇതൊക്കെ സാധാരണഗതിയിൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ? പ്രതിപക്ഷം ഈ കുടില രാഷ്ട്രീയ ലക്ഷ്യവുമായിട്ട് എടുത്തു ചാടി എത്ര തവണയാണ് അബദ്ധത്തിലാവുന്നത്? സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിൻ്റെ സൽഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന പ്രതിപക്ഷത്തെ എങ്ങനെ മറക്കാനാവും? അവരോട് അതിയായ തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. കാരണം അവർ പോയില്ലായിരുന്നെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നാട്ടുകാർ മുഴുവൻ അറിയില്ലായിരുന്നല്ലോ. സർക്കാരിനെതിരെ കോടതി പോയേ, ഇതിൽ സ്വകാര്യതാ ലംഘനവും അഴിമതിയൊക്കെ ആരോപിച്ച് കോടതിയിൽ പോയി ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രതിപക്ഷം വന്നിരിക്കുകയാണ്, സൽഭരണമാണ് എന്ന്. അതുകൊണ്ട് ഈ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത ഈ ഉപകാരം ഒരിക്കലും മറക്കുകയില്ല.